ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇതേണ്ട ഇപ്പോൾ പരുന്തുംപാറയിലാണ് കേട്ടോ, നമ്മുടെ റിസോർട്ടിലാണിപ്പോൾ. അപ്പോൾ ഇവിടെ ഓണം വെക്കേഷനായിട്ട് ചുമ്മാ ഇവിടെ വന്നാണ് കേട്ടോ. ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ പട്ടുമലപ്പള്ളിക്ക് വന്നാണ് കേട്ടോ. ഇതാണ് കൊന്തമരം. ഓരോരുത്തരും ഓരോ നിയോഗമൊക്കെ വെച്ച് ഇവിടെ കൊന്തയാണ് കേട്ടോ സമർപ്പിക്കുന്നത്. പിന്നെ പട്ടും മാതാവിന് സമർപ്പിക്കാറുണ്ട്. ഇത് മാതാവിൻ്റെ പള്ളിയാണ്. അവിടെ ഒരു ഗ്രോട്ടോയൊക്കെ ഉണ്ട് മാതാവിൻ്റെ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഫുള്ള് തേയിലയാണ്. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ 8 നോയമ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ രാവിലെ വന്നത് കേട്ടോ. രാവിലെ വന്നപ്പം ഇവിടെ ലത്തീൻ കുർബാനയായിരുന്നു. അതൊക്കെ കൂടി ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങളെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാതാവിൻ്റെ 8 നോയമ്പിനോടനുബന്ധിച്ച് ഓരോരോ ഒരുക്കങ്ങളൊക്കെ ഇതേണ്ട ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കിച്ചൂസ് ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. കിച്ചുക്കുട്ടനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കിച്ചൂസിനെ ഇവിടെ കാണിച്ചു. അങ്ങനെ നമ്മുടെ ഈശോയും വേളാങ്കണ്ണി മാതാവും ഔസേ പിതാവും അൽഫോൻസാമയും സെൻറ്റ് ആൻ്റണീസ് പുണ്യാളനും മദർ തെരേസയും എല്ലാ പുണ്യവാന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ നിയോഗം വെച്ച് തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് ഇവിടെ മെയിനായിട്ടുള്ള കുർബാന തുടങ്ങുന്നത്. വൈകുന്നേരം 4 മണിക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് 4 മണിക്കല്ലായിരുന്നു, അന്ന് ഉച്ചയ്ക്ക് 2:30 കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഞാൻ പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുത്തു. അവരത് വായിച്ചൊക്കെ നോക്കുവാണ് കേട്ടോ. ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ, ജിനി ചേച്ചിയാണ് പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ അവർ സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോഴെങ്ങനെയാണെന്നും ഉള്ളത് എന്ത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ ഫുഡ് വേണ്ടാന്നും പറഞ്ഞ് വേസ്റ്റ് ആക്കുമ്പോൾ അത് കിട്ടാതെ ഒത്തിരി മക്കൾ ഈ ലോകത്ത് അലഞ്ഞു തിരിയുന്നുണ്ട്. അപ്പം അത് കണ്ടും കേട്ടും വേണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും വളർന്നു വരാനായിട്ട്. അങ്ങനെ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. 3 പേരും ഫുഡൊന്നും വേസ്റ്റ് ആക്കിയില്ല. കൊടുത്ത ഫുഡ് മുഴുവൻ കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, അവർക്കത് മനസ്സിലായത് കൊണ്ടാവാം ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. കൊടുത്തത് മുഴുവൻ അവർ കഴിച്ചു. പിന്നെ അവിടെ ആ ഹോട്ടലിൽ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ, ബേക്കറി ഐറ്റംസ് എല്ലാം നന്നായിട്ട് അടുക്കി ഓരോന്നും നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് തന്നെ ഒരു മനോഹരമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പം അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നീ വഴി പോയിട്ടുണ്ടോ? ഷോക്കട്ട് വഴി ഇല്ലല്ലോ. ഇവിടെ